ആദ്യം നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് അതിനകത്ത് ഇ വി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇ വി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ചാർജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ചാർജിനകത്ത് ടൈമർ ചാർജിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് എന്നുള്ളൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും. നമുക്ക് വണ്ടി ഓണായി വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല വരുന്നത്. ഇതിനകത്ത് നേരത്തെ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ട് വന്നേക്കുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഇവിടെ ആഡ് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരെണ്ണം ഈ ഒരു വിൻഡോയിൽ അകത്താക്കി വെക്കുക. അതായത് 12 AM to 12 AM എന്നുള്ള രീതിയിൽ. എന്നിട്ട് എല്ലാ ദിവസവും സെലക്ട് ചെയ്ത് കൊടുക്കുക. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. എന്നിട്ട് കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം മൺഡേ എല്ലാ സമയവും ഉണ്ട്, ട്യൂസ്ഡേ എല്ലാ സമയവും സെലക്ട് ആയിട്ടുണ്ട്, വെനസ്ഡേ എല്ലാ സമയവും സെലക്ട് ആയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ ആഴ്ചയിലുള്ള എല്ലാ ദിവസവും ഏത് സമയം വേണമെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം ചാർജ് നൗ കൊടുത്തേക്കുക.